everyone, welcome to our channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെലോസിറ്റിയുടെ തൊട്ട് മുമ്പ് വരെയുള്ള പോർഷൻസ് ആണ് കവർ ചെയ്തത്. ഇനി നമുക്ക് വെലോസിറ്റി നോക്കാം. Velocity. An illustration of a child's path is given in the figure. A child travels from P and reaches R through Q in 18 seconds. അപ്പോൾ ഇത് ഫിഗർ നോക്കിക്കേ, ഒരു കുട്ടി പിയിൽ നിന്ന് ആറിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് പോയെന്ന് ചോദിച്ചാൽ പിയിൽ നിന്ന് ഈ ആരോ കണ്ടോ, അങ്ങോട്ട് ആരോ ഇട്ടേക്കുന്നത്, പിയിൽ നിന്ന് ക്യൂവിലെത്തി. ക്യൂവിൽ നിന്ന് ആ കുട്ടി ആറിലേക്ക് എത്തി. അപ്പൊ എത്ര ടൈം ആ കുട്ടി എടുത്തു? 18 സെക്കൻഡ്സ് ആണ് ആ കുട്ടി എടുത്തിരിക്കുന്ന ടൈം. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ചൈൽഡ് ടു റീച്ച് ആർ ഫ്രം പി ത്രൂ ക്യൂ? പിയിൽ നിന്ന് ക്യൂ വഴി ആറിലേക്ക് എത്താൻ കുട്ടിക്ക് എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം പിയിൽ നിന്ന് ക്യൂ വരെ 40 മീറ്റേഴ്സ് സഞ്ചരിച്ചു. അതിനുശേഷം ക്യൂവിൽ നിന്ന് ആറ് വരെ 50 മീറ്റേഴ്സ് സഞ്ചരിച്ചു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 40 പ്ലസ് 50 90 മീറ്റേഴ്സ്. അടുത്തത്, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ചൈൽഡ് വെൻ ദ ചൈൽഡ് ട്രാവൽസ് ഫ്രം പി ടു ആർ ത്രൂ ക്യൂ? പിയിൽ നിന്ന് ക്യൂ വഴി ആറിലേക്ക് എത്താൻ നേരത്ത് ആ കുട്ടിയുടെ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് സ്പീഡ്? സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 40 പ്ലസ് 50, അതായത് 90. ആൻഡ് ടൈം എത്രയാണ്? ടൈം ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 18 സെക്കൻഡ്സ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. പിയിൽ നിന്ന് ക്യൂ വരെ ട്രാവൽ ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് 8 സെക്കൻഡ്സ് എടുത്തു. ക്യൂവിൽ നിന്ന് 6 വരെ ട്രാവൽ ചെയ്യാനായിട്ട് 10 സെക്കൻഡ്സ് എടുത്തു. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ 10 പ്ലസ് 8. അല്ലെങ്കിൽ തന്നെ ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 18 സെക്കൻഡ്സ് ടോട്ടൽ ടൈം എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ടൈം തന്നിട്ടുണ്ട്. അപ്പൊ സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ദാറ്റ് ഇസ് ഇക്വൽ ടു 90 by 18. 90 by 18 ആൻസർ 5 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ചൈൽഡ്? കുട്ടിയുടെ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. ഇവിടെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 72 മീറ്റർ ആണ്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് 72 മീറ്റർ ആണ്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 72 മീറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ദ ചൈൽഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 72 മീറ്റർ ടേക്കിംഗ് പ്ലേസ് ഇൻ 18 സെക്കൻഡ്? ഈ ഡിസ്പ്ലേസ്മെന്റ് 18 സെക്കൻഡിൽ തന്നെയാണ് നടക്കുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ്. അപ്പൊ 18 സെക്കൻഡിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാ? 1 സെക്കൻഡിൽ കുട്ടിക്കുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പോവാം. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ്, കുട്ടിക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 1 സെക്കൻഡിൽ കുട്ടി എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്തു നോക്കാം. നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കാൻ നേരത്ത് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യും. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ്, ആ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ് എന്തെന്ന് വിളിക്കും? വെലോസിറ്റി. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ് ഇസ് ഇക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 72 മീറ്റേഴ്സ് ആണ്. അതുപോലെ ടൈം 18 സെക്കൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 72 ഡിവൈഡ് ബൈ 18 4 മീറ്റർ പെർ സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ഇതും പഠിക്കണം കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനും അതുപോലെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ദ വെലോസിറ്റി. ഒരു യൂണിറ്റ് സമയത്ത് 1 സെക്കൻഡില്, സെക്കൻഡ് ആണ് നമ്മൾ ടൈം എടുക്കുന്നതെങ്കിൽ 1 സെക്കൻഡിലുള്ള ആ കുട്ടിക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ. ഈ കുട്ടി എത്ര ദൂരം സഞ്ചരിച്ചു, സ്ട്രെയിറ്റ് ലൈനിൽ ഒരു സെക്കൻഡിൽ ആ കുട്ടി എത്ര ദൂരം സഞ്ചരിച്ചു, അതിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിൽ ആ കുട്ടി എത്ര ദൂരം ഒരു യൂണിറ്റ് ടൈമിൽ സഞ്ചരിച്ചു, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വെലോസിറ്റി. വാട്ട് ഈസ് ഇറ്റ്സ് ഡയറക്ഷൻ? അതിന്റെ ഡയറക്ഷൻ എന്താ നോക്കിക്കേ. ഇവിടെ നോക്കാം, ഈ ഫിഗറിൽ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ വന്നേക്കുന്നത്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താ? P to Q. ഇതാണ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലോ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ P to R ആണ്. Don't you understand that the direction of displacement and velocity are the same? ഡിസ്പ്ലേസ്മെന്റിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ദിശ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അടുത്ത വെലോസിറ്റി ഇസ് ഇക്വൽ ടു ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റിന്റെ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് S.
ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ടി, രണ്ടും സ്മോൾ ലെറ്റർ ആണ്. മൂന്നും സ്മോൾ ലെറ്റർ ആണ്. വെലോസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും സ്മോൾ ലെറ്റർ വി കൊണ്ടാണ്. അതിന്റെ യൂണിറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ യൂണിറ്റ് ഓഫ് ടൈം. യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? മീറ്റർ. യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ്സ്. അപ്പം യൂണിറ്റ് ഓഫ് വെലോസിറ്റി എന്താവും? മീറ്റർ പെർ സെക്കൻഡ്. ഇമ്പോർട്ടന്റ് ആണ്. സ്പീഡിന്റെ യൂണിറ്റും എല്ലാത്തിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇക്വേഷൻസ് പഠിച്ചു വെക്കണം, പ്രോബ്ലംസ് വരും. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻ യൂണിറ്റ് ടൈം. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് ടൈമിൽ ഉണ്ടാവുന്ന ഒബ്ജെക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഒരു യൂണിറ്റ് ടൈമിൽ ആ ഒബ്ജക്റ്റിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു യൂണിറ്റ് ടൈമിന് ആ ഒബ്ജക്റ്റിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി അതാണ് വെലോസിറ്റി. വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി എന്തുകൊണ്ടാണ് വെക്ടർ ക്വാണ്ടിറ്റി ആവാനുള്ള കാരണം? കാരണം വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നെ നോക്കിക്കേ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഏത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ വെലോസിറ്റിക്ക് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. വെക്ടർ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മറക്കരുത്. The direction of velocity and displacement are the same. വെലോസിറ്റിയുടെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ദിശ, ഡയറക്ഷൻ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. The unit of velocity is meter per second. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. The displacement of an object does not depend on the path of the object. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്ട് ഏത് പാത്തിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? നമുക്കറിയാം, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമല്ലേ ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടെ പോയി തിരിച്ചിങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാന്ന് വിചാരിച്ച് സഞ്ചരിച്ചത്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പൊസിഷൻ വരെ, ഇനീഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. പക്ഷേ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് the total time taken to cover the actual distance should be considered. അപ്പൊ വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ആ വ്യക്തി ഇവിടെ നിന്നും ഇങ്ങനെ ഈ ഒരു പാതയിലാണ്, ഈ ഒരു പാത്തിൽ കൂടിയാണ് ആ വ്യക്തി സഞ്ചരിച്ചത്. അപ്പൊ വെലോസിറ്റി കൺസിഡർ ചെയ്യാൻ നേരത്ത് ആ വ്യക്തി ഈ ഒരു പാത്ത് വഴിയിട്ടാണ് സഞ്ചരിച്ചെന്ന് വിചാരിച്ചോ. ഈ ഒരു പാത്ത് വഴിയാ ട്രാവൽ ചെയ്ത്. അപ്പം മൊത്തം ഈ പാത്ത് വഴി ട്രാവൽ ചെയ്യാൻ അദ്ദേഹത്തിന് എത്ര സമയം എടുത്തു? ഈ ഒരു പാത്ത് ട്രാവൽ ചെയ്യാൻ അദ്ദേഹം എടുത്ത ടോട്ടൽ ടൈം വേണം നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും എടുക്കാനായിട്ട്. അതായത് നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ പാത്ത്, ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, ഈ പാത്ത് എത്ര ദൂരം ഉണ്ട് അത് ഡിവൈഡഡ് ബൈ ഈ പാത്ത് ട്രാവൽ ചെയ്യാൻ അദ്ദേഹം എടുത്ത സമയം, അതായിരിക്കുമല്ലോ. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഈ ആക്ച്വൽ പാത്ത് ഉണ്ടല്ലോ, ശരിക്കും അദ്ദേഹം പോയ ആ ഒരു പാത്ത്, ആ പാത്ത് കവർ ചെയ്യാൻ അദ്ദേഹം എത്ര ടൈം എടുത്തു അതായിരിക്കും നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത്. അടുത്ത, now let's consider the doubt raised by the child at the beginning of this lesson. ഈ ലെസന്റെ ആദ്യം ഒരു കുട്ടി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി നമുക്കിനി ഡിസ്കസ് ചെയ്യാം. A train of length 200 meter travels with a velocity of 20 meter per second. ഒരു ട്രെയിന്, അതിന്റെ നീളം എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്, അത് 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണ്. വാട്ട് ഇസ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് എ സ്ട്രെയിറ്റ് ബ്രിഡ്ജ് ഓഫ് ലെങ്ത് 800 മീറ്റർ? ഒരു നീളമുള്ള ഒരു സ്ട്രെയിറ്റ് ബ്രിഡ്ജ്, 800 മീറ്റർ നീളമുള്ള സ്ട്രെയിറ്റ് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കി വെക്കണേ. ബ്രിഡ്ജിന്റെ ലെങ്ത് എന്താണ്? 800 മീറ്റേഴ്സ്. ട്രെയിനിന്റെ ലെങ്ത് 200 മീറ്റേഴ്സ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നേരത്ത് ബ്രിഡ്ജിന്റെ ലെങ്ത്തും ട്രെയിനിന്റെ ലെങ്തും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ബ്രിഡ്ജിന്റെ ലെങ്ത് ട്രെയിനിന്റെ ലെങ്തും നമ്മൾ ആഡ് ചെയ്തു. അതായത് 800 പ്ലസ് 200 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 മീറ്റർ എന്ന് കിട്ടി. ഇനി വെലോസിറ്റിയോ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ടൈം ടേക്കൺ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. അതായത് നമുക്ക് ഇക്വേഷൻ അറിയാം, വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇനി ഈ ടി ഉണ്ടല്ലോ ഇപ്പുറത്തോട്ട് പോകും, അതായത് ഇത് ഡിവിഷൻ ആയതുകൊണ്ട് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ടൈം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഈ വെലോസിറ്റി ഇനി താഴെ വരും, വെലോസിറ്റി. അപ്പൊ ഇയാള് മുകളിലേക്ക് പോകുന്നു, ഇയാള് താഴോട്ട് വരുന്നു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ വി ടി ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. വി ടി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ടൈം ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ വി ടി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട്, ഇനി ടൈം ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ടി ഈക്വൽ ടു
എസ് ഈ വെലോസിറ്റി ഈക്വൽ ടു ഇപ്പുറത്ത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോ എന്താവും, ഡിവിഷൻ ആവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടൈം ഇസ് ഇക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 1000 മീറ്റർ ആയിരുന്നു, ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ടൈം ഇസ് ഇക്വൽ ടു 1000 ഡിവൈഡ് ബൈ 20, 50 സെക്കൻഡ്സ് കിട്ടും. Calculate the speed and velocity of child from P to Q in figure 2.4. What inference do you draw from this? Calculate the speed and velocity of the child from P to Q. നോക്കി ഈ ഫിഗർ നോക്കിയിട്ട് P to Q ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ നിന്ന് വെലോസിറ്റിയും സ്പീഡും കണ്ടുപിടിക്കണം. ഈസി അല്ലേ? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ സെയിം ആണ്, കാരണം ഇവിടെ സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. P to Q ഇനിഷ്യൽ പൊസിഷൻ ഇവിടെ, ഫൈനൽ പൊസിഷൻ ഇവിടെ, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 40, അതുപോലെ ഡിസ്റ്റൻസ് 40. ഇനി ടൈം ടേക്കൺ എത്രയാണ്? 8 സെക്കൻഡ്സ്. അപ്പൊ രണ്ട് നമ്മുടെ കയ്യിലുണ്ട്. സോ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 40 ആണ്, ഡിസ്പ്ലേസ്മെന്റ് 8 ആണ്. അപ്പൊ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി സ്പീഡ്. വെലോസിറ്റി ഇസ് ഇക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈ കേസിൽ സെയിം ആയതുകൊണ്ട് 40 ഇവിടെ വരും. അതിന്റെ ടൈം 8 സെക്കൻഡ്സ്. അത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പൊ രണ്ട് ആൻസേഴ്സ് എന്താ? ഈക്വൽ. വാട്ട് ഇൻഫറൻസ് ക്യാൻ യു ഡ്രോൺ ഫ്രം ദിസ്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സ്പീഡ് ആൻഡ് വെലോസിറ്റി ആർ ഈക്വൽ വെൻ ആൻ ഒബ്ജക്ട് ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഒരു ഒബ്ജക്ട് സ്ട്രേറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്പീഡും വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഹിയർ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഈക്വൽ. ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്തായിരുന്നു? ഈക്വൽ ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A vehicle travels along a straight line with a velocity of 25 meter per second and covers a distance of 400 meter. Calculate the time taken for this. അപ്പോൾ ഒരു വെഹിക്കിൾ സ്ട്രേറ്റ് ലൈനിൽ കൂടെ ട്രാവൽ ചെയ്യുവാണ്. അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ വെഹിക്കിൾ സ്ട്രേറ്റ് ലൈനിൽ കൂടെയാണ് ട്രാവൽ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ തന്നിട്ടുള്ളത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. വെലോസിറ്റി ഇസ് ഇക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമുക്കറിയാം. അപ്പൊ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടൈം ആണ്. ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. വെലോസിറ്റി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 25 മീറ്റർ പെർ സെക്കൻഡ്. സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് കവേർഡ് തന്നിട്ടുണ്ട്. സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് 400 മീറ്റർ. ടൈം ടേക്കൺ കണ്ടുപിടിക്കാൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി, അതായത് 400 ഡിവൈഡ് ബൈ 25. നമുക്ക് കിട്ടുന്ന ആൻസർ 16 സെക്കൻഡ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. What is the displacement of an object moving with a velocity of 36 meter per second in 1 minute? ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് മിനിറ്റിന്റെ യൂണിറ്റ് തന്നിട്ടുള്ളത്, ടൈമിന്റെ യൂണിറ്റ് തന്നിട്ടുള്ളത് മിനിറ്റിലാണ്. നമുക്ക് ടൈമിന്റെ യൂണിറ്റ് തന്നിട്ടുള്ളത് മിനിറ്റിലാണ്. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? സെക്കൻഡ്സ് ആക്കി മാറ്റണം. അപ്പം 1 മിനിറ്റ് എത്ര സെക്കൻഡ്സ് ആണ്? 60 സെക്കൻഡ്സ് ആണ്. അപ്പൊ ടൈം നമ്മുടെ ഇവിടെ 60 സെക്കൻഡ്സ് ആണ്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ടൈം ടേക്കൺ 60 സെക്കൻഡ്സ്. വെലോസിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ടൈം നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഇക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. ദാറ്റ് ഇസ് ഇക്വൽ ടു വെലോസിറ്റി 36 ആണ്, ടൈം 60 ആണ്. അപ്പം ആൻസർ 2160 മീറ്റേഴ്സ്. ഇനി അടുത്ത് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി എന്താണ് അതെന്ന് നോക്കാം. Information related to the journey of 3 cars, each traveling a distance of 200 meters is given. Observe their characteristics of motion and answer the question. അപ്പൊ നമുക്ക് 3 കാർ തന്നിട്ടുണ്ട്. അതിന്റെ പാതയും തന്നിട്ടുണ്ട്. അത് എങ്ങനത്തെ ഏത് പാത്തിലൂടെയാണ് സഞ്ചരിച്ചതെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മോഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്. അതായത് ഫസ്റ്റ് കാർ എ എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഒരു സെക്കൻഡിൽ 10 മീറ്റർ ആണ് കവർ ചെയ്തത്. ഇനി അടുത്ത സെക്കൻഡ് എടുത്താൽ അത് എത്ര മീറ്റർ കവർ ചെയ്തു? ഫൈനൽ പൊസിഷൻ 20 മീറ്ററിൽ നിൽക്കുകയാണ്. നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ 10 മീറ്റർ ആണ്. അടുത്ത ഈ ടൈം ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ്. അടുത്ത 1 സെക്കൻഡ് കൊണ്ട് അത് വീണ്ടും എത്ര മീറ്റർ തന്നെ കവർ ചെയ്യുന്നത്? 10 മീറ്റേഴ്സ്. അതായത് ഫൈനൽ പൊസിഷൻ ആയിട്ടുള്ള 20 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ആയിട്ടുള്ള 10 മീറ്റേഴ്സ്. അടുത്തൊരു സെക്കൻഡ് എടുക്കുകയാണ്. 2-ന്റെയും 3-ന്റെയും ഇടയ്ക്ക് എത്ര സെക്കൻഡ്സ് ഉണ്ട്? 1 സെക്കൻഡ് ആണുള്ളത്. അപ്പൊ ആ 1 സെക്കൻഡിലും അവർ കവർ ചെയ്ത എത്ര ഡിസ്റ്റൻസ് തന്നെയാണ്? 10 മീറ്റേഴ്സ് തന്നെയാണ്. നോക്കിക്കേ, കാരണം 30 - 20 എത്ര? 10.
ഇനി ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്ര? 40യുടെയും 30യുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. അതുപോലെ അവർ കവർ ചെയ്ത ടൈം എത്രയാ? 1 സെക്കൻഡ്സ്. ഇനി അടുത്ത 1 സെക്കൻഡ് 4 സെക്കൻഡ്സ് ടു 5 സെക്കൻഡ്സിന്റെ ഇടയ്ക്ക് 1 സെക്കൻഡ് ഉണ്ട്. അതുപോലെ അവർ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40യിൽ നിന്ന് 50 ആയി, അതായത് 10 മീറ്ററിന്റെ ഡിഫറൻസ്. അതുപോലെ നെക്സ്റ്റ് 1 സെക്കൻഡിന്റെ ഡിഫറൻസിൽ അവർ എത്ര മീറ്റർ കവർ ചെയ്തു? 10 മീറ്റേഴ്സ് കവർ ചെയ്തു. അതായത് ഇവിടെ അവര് 1 സെക്കൻഡിൽ കവർ ചെയ്യുന്ന ദൂരം ഈക്വൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓരോ സെക്കൻഡിലും അവർ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത കാർ ബിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് 1 സെക്കൻഡിൽ കവർ ചെയ്തത് 10 മീറ്റേഴ്സ് ആണ്. ഇനി അടുത്ത സെക്കൻഡിൽ അവർ എത്ര മീറ്റേഴ്സ് കവർ ചെയ്തെന്ന് ചോദിച്ചാൽ ഫൈനൽ പൊസിഷൻ 30 ആണ്, ഇനിഷ്യൽ പൊസിഷൻ 10 ആണ്. അതായത് നമ്മൾ 1 സെക്കൻഡിന്റെ കാര്യം നോക്കുന്നുള്ളൂ. 1 സെക്കൻഡിന്റെ ഇടയ്ക്ക് അവർ കവർ ചെയ്ത ഡിസ്റ്റൻസ് 30 മൈനസ് 10 20 മീറ്റേഴ്സ് അവർ കവർ ചെയ്തു. ആദ്യം 10 മീറ്റർ കവർ ചെയ്ത ആള് ആദ്യത്തെ 1 സെക്കൻഡിൽ അവര് 10 മീറ്റർ ആണ് കവർ ചെയ്തത്. പക്ഷെ അടുത്ത സെക്കൻഡ് എത്തിയപ്പോഴത്തേക്ക് അവര് 20 മീറ്റേഴ്സ് കവർ ചെയ്തു. സെക്കൻഡ് സെക്കൻഡിൽ അവർ 20 മീറ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത തേർഡ് സെക്കൻഡിൽ എത്തുമ്പോൾ ഇവിടെ ടൈം ഡിഫറൻസ് 1 സെക്കൻഡ് ആണ്. പക്ഷെ കവർ ചെയ്ത ഡിസ്റ്റൻസ് 40 മൈനസ് 30 10 മീറ്റേഴ്സ് ആണ് കവർ ചെയ്തത്. ഇനി അടുത്ത ഇവിടെ 1 സെക്കൻഡിന്റെ ഡിഫറൻസ് ഉണ്ട്. അവർ കവർ ചെയ്ത ഡിസ്റ്റൻസ് 60 മൈനസ് 40 20 മീറ്റേഴ്സ്. ഇവിടെ ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്. ഇവിടെ ഓരോ സെക്കൻഡ്, അതായത് ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡിൽ 10 മീറ്റേഴ്സ്, പിന്നെ ഫസ്റ്റ് സെക്കൻഡിന്റെയും സെക്കൻഡ് സെക്കൻഡിന്റെയും ഇടയ്ക്ക് അവർ 20 മീറ്റേഴ്സ് ആണ് കവർ ചെയ്തത്. സെക്കൻഡ് സെക്കൻഡിന്റെയും തേർഡ് സെക്കൻഡിന്റെയും ഇടയ്ക്ക് അവർ 10 മീറ്റേഴ്സ് കവർ ചെയ്തു. അങ്ങനെ അവർ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എടുത്തു കഴിഞ്ഞാല് ഇവിടെ നോക്കിക്കേ, അതൊരു സർക്കുലർ പാത്തിലാണ് ഈ ഒരു കാർ മൂവ് ചെയ്യുന്നത്. ബാക്കി 2 കാറും സ്ട്രെയിറ്റ് ആയിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്തത്. ഇതിവിടെ ഫസ്റ്റ് സെക്കൻഡിൽ അവർ 10 മീറ്റർ കവർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സെക്കൻഡിലും വീണ്ടും 10 മീറ്റർ കവർ ചെയ്യുന്നുണ്ട്. തേർഡ് സെക്കൻഡിലേക്ക് എത്തിയപ്പോഴത്തേക്ക് സെക്കൻഡും തേർഡും തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. അത് കഴിഞ്ഞ് തേർഡും ഫോർത്തും തമ്മിലുള്ള ഡിഫറൻസും 10 ആണ്. അതായത് ഇവര് ഓരോ സെക്കൻഡിലും 10 മീറ്റർ വെച്ചാണ് കവർ ചെയ്ത് പോകുന്നത്. 10 മീറ്റർ. ഇവരുടെ ഡിസ്റ്റൻസ് എന്താണ്? ഓരോ സെക്കൻഡിൽ കവർ ചെയ്ത് പോകുന്ന ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. അപ്പം ഫസ്റ്റിലും തേർഡിലും, അതായത് എയും ബിയും കവർ ചെയ്ത് പോകുന്ന ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. 10 മീറ്റേഴ്സ് ആണ് അവർ ഓരോ സെക്കൻഡും കവർ ചെയ്ത് പോകുന്നത്. പക്ഷെ ബിയുടെ കേസ് അങ്ങനെ അല്ല. ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ എ ഓൾവേസ് ദ സെയിം? ഈ കാറുകളുടെ വെലോസിറ്റി എപ്പോഴും സെയിം ആയിരിക്കുമോ? വൈ? യെസ്. വെലോസിറ്റി ഇസിക്കൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, ഓരോ സെക്കൻഡിലും ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എല്ലാം ഈക്വൽ ആണ്. 10 മീറ്റർ വെച്ചിട്ടാണ് അവർക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ 10 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് 1. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര? 10 തന്നെ. ഈ ഓരോ കേസിലും ഈ ഒരു കാർ എയുടെ വെലോസിറ്റി സെയിം ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്റെ വെലോസിറ്റി. യെസ്, ബിക്കോസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈച്ച് സെക്കൻഡ് ഈസ് സെയിം. അപ്പൊ വെലോസിറ്റി, കാർ എയുടെ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ത്രൂ ഔട്ട് ദ ജേർണി സെയിം ആണ്. കാരണം അതെന്താണ്? ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ട്. വാട്ട് അബൌട്ട് ദ വെലോസിറ്റി ഓഫ് കാർ ബി? വൈ? വെലോസിറ്റി ഓഫ് കാർ ബി സെയിം ആയിരിക്കുമോ? അല്ല. വെലോസിറ്റി ഓഫ് കാർ ബി സെയിം ആയി പോകില്ല. കാരണം എന്താണ്? ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് വെലോസിറ്റി ഓഫ് കാർ ബി സെയിം അല്ല. അതുപോലെ ഹാവന്റ് യു നോട്ടീസ് ദ മഡ് സ്റ്റിക്കിംഗ് ടു the tires of vehicles being thrown off when they rotate? ടയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, കാറിന്റെ ടയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കാറിന്റെ ടയറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി തെറിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ഡസ് ദ മഡ് സ്പ്ലാഷസ് ഇൻ ദ സെയിം ഡയറക്ഷൻ എവറി ടൈം? എല്ലാ സമയത്തും ഒരേ ദിശയിലേക്കാണോ ആ മഡ് തെറിച്ചു പോകുന്നത്? അല്ല. എല്ലായ്പ്പോഴും ഒരേ സമയത്തേക്ക് ആ ചെളി തെറിച്ച് പോകാറില്ല. Is in the direction of motion of an object moving around a circular path always change? ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ദിശ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിലും ഇങ്ങനെ കറങ്ങി വരുന്നതിനനുസരിച്ച് എന്റെ ദിശ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നോർത്ത് ആയിരുന്നു, ഇപ്പൊ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തെ ഇവിടെ വന്നപ്പോ എന്തായി? ഈസ്റ്റ് ആയി. ഇങ്ങനെ കറങ്ങി വരുമ്പം ഓരോ സെക്കൻഡിലും അതിന്റെ
ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ദിശ സെയിം ആയി വരില്ല. ഇവിടെ ആയപ്പോ സൗത്ത് ആവും, ഇവിടെ ആവുമ്പോൾ വെസ്റ്റ് ആവും. അങ്ങനെ ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. If the direction of motion of an object changes, the velocity of the object will also change. ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച്, അതിന്റെ മോഷനിലുണ്ട, അത് ചലിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ വെലോസിറ്റിയും ചേഞ്ച് ആവും. കാരണം എന്താ, വെലോസിറ്റി ഏത് ക്വാണ്ടിറ്റിയാണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, ഡയറക്ഷൻ. അപ്പൊ ദിശ മാറുന്നതിനനുസരിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ എന്ത് മാറും, വെലോസിറ്റി മാറും. കാരണം വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡയറക്ഷൻ. ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ സി ദ സെയിം എവറി സെക്കൻഡ്? കാർ സിയുടെ വെലോസിറ്റി എല്ലാ സെക്കൻഡിലും ഈക്വൽ ആയിരിക്കും? അല്ല. ഈവൻ തോ അത് ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിലും വെലോസിറ്റി ഈക്വൽ ആവില്ല. കാരണം എന്താ, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡസ് ദ വെലോസിറ്റി ചേഞ്ച്? വെലോസിറ്റി മാറും, യെസ്. ഈവൻ തോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്പീഡ് ഡസ് നോട്ട് ചേഞ്ച്. സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നില്ല. കാരണം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഓരോ സെക്കൻഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാ, 10. അപ്പൊ സ്പീഡ് എന്താണ്, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ വെലോസിറ്റി ചേഞ്ച് ആവും. സ്പീഡ് ചേഞ്ച് ആവുന്നില്ല, പക്ഷെ വെലോസിറ്റി ചേഞ്ച് ആവും. കാരണം എന്താണ്, വെലോസിറ്റി ഡിറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിറക്ഷൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. Even though the magnitude of the speed does not change, the velocity changes because the direction changes. വെലോസിറ്റി മാറുന്നതിന് കാരണം എന്താണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും വെലോസിറ്റി എന്തുകൊണ്ടാണ് മാറുന്നത്, അതിന്റെ ദിശ മാറുന്നതുകൊണ്ട്. An object moving in the same direction is in uniform velocity if the magnitude of the displacement is equal at equal interval of times. അതായത് an object moving in the same direction, ഇവിടെ സെയിം ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ, യൂണിഫോം വെലോസിറ്റി ആണ് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരേ ദിശയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ അറ്റ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഒരേ ഇന്റർവൽ ഓഫ് ടൈമില് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് അളവ് ഒരേപോലെ ആണെങ്കിൽ, അതായത് നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 സെക്കൻഡിൽ 10 മീറ്റേഴ്സ് കവർ ചെയ്യുന്നത്, അടുത്ത 1 സെക്കൻഡിലും 10 മീറ്റേഴ്സ് കവർ ചെയ്യുന്നു, അടുത്ത 1 സെക്കൻഡിലും 10 മീറ്റേഴ്സ് കവർ ചെയ്യുന്നു. അങ്ങനെ ഓരോ 1 സെക്കൻഡിലും അത് കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഈക്വൽ ആണ്. അപ്പം ഓരോ 1 സെക്കൻഡിലും ഈ കാർ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഈക്വൽ ആണ്. 10 മീറ്റർ വെച്ചാണത് ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അതിന് യൂണിഫോം വെലോസിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. An object moving in the same direction is in uniform velocity if the magnitude of the displacement is equal at equal interval of times. അടുത്ത, if speed and direction changes, velocity will also change. സ്പീഡ് മാറിയാലും direction മാറിയാലും velocity എന്താവും, മാറും. Even if any one of these changes, the velocity will vary. സ്പീഡ് ചേഞ്ച് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ആവും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ആവും. ഏതിൽ ഒരെണ്ണം ചേഞ്ച് ചെയ്താലും വെലോസിറ്റി മാറും. ഇഫ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് ദെൻ ഇറ്റ് വിൽ ബി ഇൻ നോൺ യൂണിഫോം മോഷൻ. അതായത് വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ, സെക്കൻഡ് കേസ് നോക്കിക്കേ, വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് മാറുന്നത്. സെക്കൻഡ് കേസ് എടുത്ത എന്താണ്, ഓരോ സെക്കൻഡിലും അത് കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ചേഞ്ച് ആണ്. അപ്പൊ എന്താവും, എന്ത് മാറും, വെലോസിറ്റിയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇനി തേർഡ് കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴും എന്ത് ചേഞ്ച് ആവും, വെലോസിറ്റി ചേഞ്ച് ആവും. ഈ രണ്ട് കേസിലും യൂണിഫോം വെലോസിറ്റി അല്ല. രണ്ട് കേസിലും വെലോസിറ്റി എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി. Complete the table based on information in figure 2.5 ABC. ഫിഗർ 2.5ന്റെ ബേസിസിൽ നമ്മൾ, അതായത് 2.5 A B C യുടെ ബേസിസിൽ വേണം നമ്മൾ ഈ ഒരു ബോക്സ് ഫിൽ ചെയ്യാൻ. വെഹിക്കിൾ എ, വെഹിക്കിൾ എക്ക് യൂണിഫോം വെലോസിറ്റി എന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി നോൺ യൂണിഫോം വെലോസിറ്റി ഉണ്ടോ, ഇല്ല. നെയ്തർ ദ മാഗ്നിറ്റ്യൂഡ് നോർ ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ചേഞ്ചസ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നില്ല. കാർ ബി എടുത്തു കഴിഞ്ഞാൽ അതിന് യൂണിഫോം വെലോസിറ്റി ആണോ, അല്ല, അതിന് നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡയറക്ഷന് ചേഞ്ച് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒന്ന് മാറിയാലും എന്താവും, നോൺ യൂണിഫോം വെലോസിറ്റി ആവും. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്താലും നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പൊ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ചസ്, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ദിശ മാറുന്നുണ്ടോ, ഡയറക്ഷൻ മാറുന്നില്ല.
അടുത്തത് കാർ സി. കാർ സി യൂണിഫോം വെലോസിറ്റി ആണോ? അല്ല. കാരണം അതിന്റെ എന്ത് മാറുന്നുണ്ട്? ദിശ മാറുന്നുണ്ട്, ഡയറക്ഷൻ മാറുന്നുണ്ട്. യൂണിഫോം വെലോസിറ്റി അല്ല, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, പക്ഷെ എന്ത് മാറുന്നുണ്ട്? ഡയറക്ഷൻ മാറുന്നുണ്ട്. You have understood what uniform velocity and non-uniform velocity are. യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റി എന്താന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലാസിഫൈ ദ സിറ്റുവേഷൻ ഗിവൺ ബിലോ as യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. താഴെ തന്നിട്ടുള്ള സിറ്റുവേഷനെ നമുക്ക് യൂണിഫോം വെലോസിറ്റി എന്നും നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്പിംഗ് ഫ്രം എ ഹൈറ്റ്. ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് എറിയുന്ന ഒരു കല്ല്, അതെന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം. ലൈറ്റ് വാക്വത്തിലൂടെ കടന്നു വരുമ്പോൾ അത് യൂണിഫോം വെലോസിറ്റി ആണ്. എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം എ ബസ് സ്റ്റോപ്പ് ആൻഡ് ഈസ് മൂവിംഗ് ഫോർവേഡ്. ബസ് സ്റ്റാർട്ട്സ്, ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് അത് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും യൂണിഫോം വെലോസിറ്റി വരില്ല. നിങ്ങൾ ഓർത്താൽ മതി, ബസ്സിന്റെ സ്പീഡ് ആയിക്കോട്ടെ ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അതിന് യൂണിഫോം വരുവോ? ഇല്ല, അത് നോൺ യൂണിഫോം വെലോസിറ്റി വരത്തുള്ളൂ. അതുപോലെ ട്രെയിൻ. എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇവിടെ കൃത്യമായിട്ട് ഇത് നോക്കിക്കോണം. ട്രെയിൻ കേൾക്കുമ്പോഴേ നമുക്ക് നോൺ യൂണിഫോം എഴുതാൻ തോന്നരുത്. കാരണം ഈ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡ്. അതിന്റെ സ്പീഡ് യൂണിഫോം ആണ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഒരേ ദിശയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതെന്തായിരിക്കും? യൂണിഫോം വെലോസിറ്റി തന്നെ ആയിരിക്കും. സ്വിംഗിങ് ഓൺ എ സ്വിംഗ്. നമ്മൾ ഊഞ്ഞാലിലാടുമ്പോ എന്ത്? സ്പീഡ് ചേഞ്ച് ആവുമല്ലോ. സ്പീഡും ചേഞ്ച് ആവും, ഡിറക്ഷനും ചേഞ്ച് ആവും. അപ്പൊ നോൺ യൂണിഫോം വെലോസിറ്റി വരുള്ളൂ. വാക്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം? അറ്റ്മോസ്ഫിയർ, എയർ ഒന്നും ഇല്ല, ശൂന്യമായിട്ടിരിക്കുന്ന സ്ഥലത്തിനെയാണ് വാക്യൂം എന്ന് വിളിക്കുന്നത്. അവിടെ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. കാരണം അവിടെ ഒബ്സ്ട്രക്കിൾസ് ഒന്നും ഇല്ല. ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകാനോ അങ്ങനത്തെ ഒബ്സ്ട്രക്കിൾസ് ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത് വെലോസിറ്റി ഓഫ് എ ബസ് സ്റ്റാർട്ടിങ് ഫ്രം എ ബസ് സ്റ്റോപ്പ് കീപ്സ് ചേഞ്ചിങ്. ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസിന്റെ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. വിൽ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ബി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്. അപ്പം ഓരോ സെക്കൻഡിലും അതിനുണ്ടാവുന്ന ചേഞ്ച്, വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് സെയിം ആയിരിക്കുമോ? അല്ലായിരിക്കുമല്ലോ. അടുത്ത ആക്സിലറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആക്സിലറേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ കമന്റ് ഇട്ടാൽ മാത്രം മതി. അതിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കുക. ഓക്കെ, ബൈ.